വിദേശത്തെ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി മനൂഫിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. കംബോഡിയയിൽ ഓൺലൈൻ ജോലി വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. സമസ്ത കേരള ജമയത്തുൽ ഉലുമ സ്ഥാപക ദിനാഘോഷം ആലപ്പുഴ മാന്നാറിൽ വിപുലമായി ആഘോഷിച്ചു. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലബത്ത് താരിമിയും കുരട്ടിക്കാട് മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ കൌൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ്, ജുമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ എന്നിവരും ചേർന്ന് പതാക ഉയർത്തി. മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു. സമസ്ത കേരള ജമയത്തുൽ ഉലുമ 99-ാം വാർഷികം മദ്രസകളിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. തൃശൂർ അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസയിൽ മഹൽ സെക്രട്ടറി കെ അബ്ദുൽ സലാമും പാടൂർ അലീമുൽ ഇസ്ലാം മദ്രസയിൽ മഹൽ പ്രസിഡന്റ് PM മുസ്തഫയും പതാക ഉയർത്തി. വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു. തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് എറവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും വയോധികർക്കുള്ള കർക്കിടക കഞ്ഞിക്കൂട്ട് വിതരണവും സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അരുവിക്കരയിൽ 3.5 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് കളത്തറ സ്വദേശി ദിൽഷമോൻ. പ്രദേശത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ കഞ്ചാവ് വിൽപ്പന. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ധർണയുമായി ഡ്രൈവിംഗ് പഠിതാക്കളും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളും. വൈപ്പിൻ പറവൂർ മേഖല INTUC-യുടെ നേതൃത്വത്തിൽ സബ് RT ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. INTUC എറണാകുളം ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിം ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് പാർത്ഥസാരഥി റോഡിലെ പള്ളിയിൽ വർഷാപ്രസാദിന്റെ 28 നാടൻ കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ മാവേലിക്കരയിൽ റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിയ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത് കൊല്ലം തേനി ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. നാട്ടുകാരുടെയും സമീപവാസികളുടെയും പ്രതിഷേധവും ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ പരാതിയും കണക്കിലെടുത്താണ് നടപടി.